യുദ്ധം ചെയ്യാതെ തന്നെ അമേരിക്ക തോൽക്കുകയാണ്. ഇറാന് മുൻപിൽ ഡൊണാൾഡ് ട്രംപ് കീഴടങ്ങുന്ന ഒരു പ്രത്യേക സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ വിലയിരുത്തുന്ന സമയത്ത് മനസ്സിലാക്കാൻ നമുക്ക് പറ്റുന്നത്. ഈ ഖത്തർ അടക്കമുള്ള അറേബ്യൻ രാജ്യങ്ങളിൽ നിന്ന് അമേരിക്കയുടെ സൈനികരെ ഏറെക്കുറെ ഒഴിവാക്കിക്കൊണ്ടിരിക്കുകയാണ്, അതായത് എണ്ണം കുറച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നു. എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്ന ചോദ്യത്തിന് അത്രയൊന്നും ആളുകളുടെ ആവശ്യം, സൈനികരുടെ ആവശ്യം ഇപ്പം നിലവിലില്ല എന്ന മറുപടി മാത്രമാണ് ലഭിക്കുന്നത്. ഈ മാസം അവസാനം ജനീവയിൽ വെച്ച് മൂന്നാമത് ഒരു ഉച്ചകൂടി അല്ലെങ്കിൽ ഒരു ഈ സമാധാന ചർച്ച കൂടി നടത്താൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. അതിൽ ചില നിർദ്ദേശങ്ങൾ ഇറാൻ അംഗീകരിക്കുകയാണെങ്കിൽ യുദ്ധം അവസാനിക്കും എന്ന തരത്തിൽ ഒഴിഞ്ഞു മാറലാണ് ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ് നടക്കുന്നത്. അഥവാ ഇറാന് മുൻപിൽ പൂർണ്ണമായ രീതിയിൽ ആയുധം വെച്ച് കീഴടങ്ങുന്നു എന്ന് ചുരുക്കം. ഇപ്പോൾ പറയുന്ന കാര്യം, ഇപ്പോൾ ഇറാൻ്റെ നിർദ്ദേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് അതിൽ ഊന്നിയിരിക്കുന്ന ചർച്ചയാണ് നടക്കുന്നത്. സംഭവം ഔദ്യോഗികമായിരിക്കുന്ന ചർച്ച ജനീവയിൽ ഈ മാസം അവസാനമാണെങ്കിൽ പോലും അനൗദ്യോഗികമായിരിക്കുന്ന ചർച്ചകൾ രാഷ്ട്രങ്ങൾ തമ്മിൽ, അതായത് ഖത്തർ, ഒമാന്, ഈജിപ്ത്, പിന്നെ ഇറാൻ്റെ പ്രതിനിധികളുമായിട്ട് ബന്ധപ്പെട്ട് ഏറെക്കുറെ ആരംഭിച്ചിരിക്കുകയാണ്. അതിൽ പറയുന്ന കാര്യം, തങ്ങളുടെ ഉപരോധം, തങ്ങളുടെ രാജ്യത്ത് അമേരിക്ക ഇടയ്ക്കിടെ കൊണ്ടുവരുന്ന ഉപരോധം അത് പിൻവലിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഊന്നിയിരിക്കുന്ന ചർച്ചയാണ് വേണ്ടത്. അഥവാ ആണവായുധം എന്ന് പറഞ്ഞാൽ ആണവായുധം അങ്ങനെ നിർമ്മിക്കുക എന്നുള്ളത് ഞങ്ങൾക്ക് താല്പര്യമുള്ള വിഷയമല്ല. ഞങ്ങളത് നിർമ്മിക്കാൻ ഞങ്ങൾക്ക് അതിന് ഒരു ഭരണഘടനാപരമായ രീതിയിലെ വിലക്ക്, മതപരമായിരിക്കുന്ന വിലക്ക്, ഈ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിനെ നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ, പരിശോധിക്കാം, എന്ത് ചെയ്യുന്നതിനെ കൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷേ സമാധാന ആവശ്യത്തിന് വേണ്ടിയിട്ട് ഇത് നിർമ്മിക്കുന്നതിന് തങ്ങൾക്ക് എതിർപ്പുണ്ട് എന്ന അമേരിക്കയുടെ നിലപാട് അംഗീകരിക്കാൻ വേണ്ടി സാധിക്കില്ല. സമ്പുഷ്ട യുറേനിയം ഈ കറണ്ട് പോലെയുള്ള ആവശ്യത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുക എന്നുള്ളത് എല്ലാ രാജ്യവും ചെയ്യുന്നതാണ്. അത് തങ്ങളുടെ ഭരണഘടനയിലുള്ള കൈകടത്തലാണ്. തങ്ങൾ ഒരിക്കലും അത് അംഗീകരിക്കുകയില്ല. അഥവാ തങ്ങൾ സമ്പുഷ്ട യുറേനിയം അത് തങ്ങൾ സൂക്ഷിക്കുകയും അത് വീണ്ടും നിർമ്മിക്കുകയും അതുമായി ബന്ധപ്പെട്ട പ്രവൃത്തികൾ ചെയ്യുകയും ചെയ്യും. അതിൽ അമേരിക്കയ്ക്ക് ഇടപെടേണ്ട കാര്യമില്ല. അതിൽ തങ്ങൾ ആ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട ചർച്ചയ്ക്ക് തങ്ങൾക്ക് താല്പര്യവുമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇപ്പോൾ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം മഹായുദ്ധത്തിൻ്റെ ഒരു മൂന്നാം ലോക യുദ്ധം നടക്കുകയാണെങ്കിൽ എത്രയൊക്കെ ആയുധങ്ങളാണോ സംഭരിക്കേണ്ടത് അത്രയൊക്കെ ആയുധങ്ങളും അതിൻ്റെ വെടിക്കോപ്പുകളും സംവിധാനങ്ങളും എല്ലാം സംഭരിക്കപ്പെട്ടിട്ടുണ്ട്. എന്നിട്ടും ഇറാൻ പോലെയുള്ള ഒരു രാജ്യത്തോട്, ഒരു മൂന്നാം ലോക രാജ്യത്തോട് യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ട് അമേരിക്ക ഭയപ്പെടുന്നു. അതിൻ്റെ കാര്യത്തെക്കുറിച്ചാണ് ഇപ്പോൾ ലോകം വല്ലാത്ത രീതിയിൽ കൗതുകത്തോടു കൂടി ചർച്ച ചെയ്യുന്നത്. 11 യുദ്ധക്കപ്പലുകളാണ് മെഡിറ്ററേനിയൻ തീരത്തും അറബിക്കടലിലും ഇന്ത്യൻ മഹാസമുദ്രത്തിൻ്റെ ഭാഗങ്ങളിലുമായിട്ട് ഇപ്പോൾ ലാൻഡ് ചെയ്തിരിക്കുന്നത്, അഥവാ നങ്കൂരമിട്ടിരിക്കുന്നത്. അതിന് ഉപസംഘങ്ങളായിട്ട് ബോട്ടുകൾ പോലെയുള്ള സംവിധാനങ്ങൾ വേറെയും പ്രവർത്തിക്കുന്നു. ഇതാണ് ഇപ്പോഴത്തെ ഈ മേഖലയിലൂടെ യഥാർത്ഥത്തിലുള്ള ഒരു രീതികളായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത്. എന്നാൽ ഇത്രയൊക്കെ സംവിധാനങ്ങൾ ഉണ്ടായിട്ടും എന്തുകൊണ്ട് യുദ്ധം ചെയ്യുന്നില്ല, എന്തുകൊണ്ട് ആക്രമിക്കുന്നില്ല എന്ന ചോദ്യത്തിന് മറുപടി പറയാൻ ഇപ്പോൾ അമേരിക്കക്ക് പോലും സാധിക്കുന്നില്ല. അവർ കടുത്ത പ്രതിസന്ധിയിലാണ്. അതിൻ്റെ കാര്യം എന്ന് പറയുന്നത്, ഇറാൻ വീണ്ടും വീണ്ടും യുദ്ധത്തിനെ വെല്ലുവിളിക്കുന്നു, യുദ്ധത്തെ ക്ഷണിക്കുന്നു. നിങ്ങൾ യുദ്ധം ചെയ്യൂ, ഞങ്ങൾ എന്താണ് നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാം. നിങ്ങൾ ഒരുക്കൂട്ടിരിക്കുന്ന കപ്പലുകൾ, ആ കപ്പലും അതിൻ്റെ സംവിധാനങ്ങൾ, അതിനെ സംരക്ഷിക്കാൻ നിങ്ങൾക്ക് സാധിക്കില്ല. ഈ കാര്യത്തിലൊക്കെ ഇടപെട്ടുകൊണ്ട് സംസാരിക്കുന്നത് ആയത്തുള്ള അലി ഖംനായി ആണ് എന്നൊരു പ്രത്യേകത. സുപ്രീം ലീഡറാണിത് പറയുന്നത്. ഏതെങ്കിലും ഒരു സൈനിക മേധാവി പോലുമല്ല. കൊണ്ടുവന്ന വസ്തുക്കളെ അതേ രീതിയിൽ തിരിച്ചു കൊണ്ടുവരാൻ നിങ്ങൾക്ക് സാധിക്കില്ല. കുറച്ചൊക്കെ നിങ്ങൾക്ക് കടലിന് കൊടുക്കേണ്ടി വരും. ആ വാക്കുകളൊക്കെ വലിയ രീതിയിൽ അർത്ഥമുണ്ട്. യുദ്ധമുഖത്ത് ഒരു രാഷ്ട്രത്തിൻ്റെ ഭരണാധികാരി പറയുന്ന വാക്കുകൾ വലിയ രീതിയിലുള്ള കഠോരമുള്ളതാണ് എന്ന കാര്യം സംശയമില്ല. അതുകൊണ്ടാണ് ഡൊണാൾഡ് ട്രംപ് പറയുന്ന കാര്യങ്ങളൊക്കെ ലോകത്തിന് വലിയ രീതിയിൽ മീഡിയ ശ്രദ്ധ പിടിച്ചു കിട്ടാനുള്ള പ്രധാനമായിരിക്കുന്ന കാരണം എന്ന് പറയുന്നത്, അയാൾ പറയുന്നത് ഒരു വലിയ സൈനിക സംവിധാനത്തിൻ്റെ മേധാവിയാണ് എന്നുള്ളതാണ്. ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക ശക്തിയുള്ള രാജ്യമാണ് അമേരിക്ക. അതിൻ്റെ ഒരു മേധാവി പറയുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ വേണ്ടി സാധിക്കും എന്നുള്ളിടത്തേക്കാണ്. അതിന് പകരമായി ഇറാൻ അങ്ങനെ പറയുന്ന സമയത്ത്, മാത്രമല്ല ഇറാൻ്റെ സുപ്രീം ലീഡർ പറയുമ്പോൾ അതിനും അതിൻ്റേതായിരിക്കുന്ന പ്രാധാന്യങ്ങളുണ്ട്. ഈ വാക്കുകളൊക്കെ വല്ലാത്ത രീതിയിൽ ഈ അമേരിക്കയെ ഭയപ്പെടുത്തുകയാണ്. അമേരിക്കയുടെ പ്രസിഡന്റ് പറയുകയും ചെയ്തു, ഇത്രയേറെ യുദ്ധ സംവിധാന സാമഗ്രികളെല്ലാം ഉണ്ടായിട്ടും ഇറാൻ പേടിക്കുന്നില്ലെങ്കിൽ
അതിൻ്റെ കാരണം എന്താണ്, അതിൻ്റെ അതിശയം എന്താണ് എന്ന് ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. അതിൻ്റെ യുക്തിയെങ്കിലും മനസ്സിലാവേണ്ടതുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ യുദ്ധസമയത്തിന് തങ്ങൾ തയ്യാറായിരിക്കുന്നു പറയുന്ന സമയത്ത് അതിൻ്റെ മറുപുറം കൂട്ടി വായിക്കുന്ന സമയത്ത് ഈ റഷ്യ കൂടുകയോ ചൈന കൂടുകയോ ചെയ്യുന്നൊരു സ്ഥിതി ഉണ്ടായാൽ ഇങ്ങനെയാണ് അതിൽ പറയുന്നത്. രാഷ്ട്രീയ നിരീക്ഷണത്തിൻ്റെ ഭാഗമായിട്ട് പറയുന്ന പ്രധാനമായിരിക്കുന്ന കാര്യം, പ്രതിരോധ സംവിധാനത്തിൽ ഇറാൻ ഒന്നാം സ്ഥാനത്തില്ല. പ്രതിരോധിക്കുക എന്ന് പറയുന്നത്, അതായത് ഒരു മിസൈൽ ആക്രമണം ഇറാൻ്റെ നേരെ വന്നാൽ അല്ലെങ്കിൽ ഒരു യുദ്ധവിമാനം കൊണ്ട് ആക്രമണം നടന്നാൽ അതിനെ പ്രതിരോധിച്ച് നിർത്തുക എന്നുള്ളത് ഇസ്രായേലിനെ പോലെ ഇറാന് സാധിക്കുകയില്ല. മാത്രമല്ല, ചെറിയൊരു സംഭവത്തിൽ പോലും വലിയ രീതിയിലുള്ള മരണങ്ങളും വലിയ നഷ്ടങ്ങളും ഉണ്ട്. അതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ വലിയ ജനസംഖ്യയുള്ള ഒരു രാജ്യമാണ് ഇറാൻ. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ജനസംഖ്യ കുറവാണ്. അവർ കൂടുതലും നഗരങ്ങൾ കേന്ദ്രീകരിച്ചു കൊണ്ട് നിൽക്കുന്നവരാണ്. ഇറാനെ സംബന്ധിച്ചിടത്തോളം വിശാലമാക്കപ്പെട്ട ഏറ്റവും വലിയ രാജ്യമാണ്. ആ മേഖലയിൽ ഏറ്റവും വലിയ രാജ്യമാണ് ഇറാൻ. അത് എല്ലാ ഭാഗങ്ങളിലും പരമാവധി ആളുകൾ പരന്നാണ് കിടക്കുന്നത്. അപ്പോൾ ഈ മിസൈലിൽ പോലും വലിയ രീതിയിലുള്ള മരണങ്ങൾ ഉണ്ടാകും, കാരണം ജനസംഖ്യ കൂടുതലാണ് എന്നുള്ളതാണ്. അപ്പോൾ പ്രതിരോധവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ പരാജയപ്പെട്ടിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യം ഇസ്രായേൽ ഇറാൻ യുദ്ധത്തിൽ. ഇസ്രായേൽ ഇറാനിലേക്ക് കൊണ്ട് ആക്രമിച്ച പരമാവധി ഈ മിസൈലുകളാണെങ്കിലും യുദ്ധവിമാനവുമായിട്ട് ബന്ധപ്പെട്ട ബോംബുകളാണെങ്കിലും അത് ലക്ഷ്യം കണ്ടിട്ടുണ്ട്. അവിടെ എന്നാൽ ഇറാന് ഇസ്രായേലിലേക്ക് തൊടുത്ത് വിട്ട പല മിസൈലുകളും പ്രതിരോധിക്കാൻ ആദ്യഘട്ടത്തിൽ അവർക്കും സാധിച്ചിട്ടുണ്ട്. ഈ രണ്ട് യുദ്ധം കൂടി വിലയിരുത്തുന്ന സമയത്ത് മനസ്സിലാക്കുന്ന കാര്യം, പ്രതിരോധ രംഗത്ത് ഇറാന് ശക്തി കുറവാണ്, ആക്രമണ രംഗത്ത് ഇറാൻ ഇസ്രായേലിനേക്കാണ് ശക്തിയാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ എന്താ ചെയ്യുക, ഇറാനെ ആക്രമിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനെ പ്രതിരോധിക്കുന്നതിനപ്പുറം സമയബന്ധിതമായ രീതിയിൽ അപ്പം എന്ന തരത്തിൽ തിരിച്ചടികൾ ഉണ്ടാവുകയാണ് ചെയ്യുക. മാത്രവുമല്ല, ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യങ്ങൾ വിലയിരുത്തുന്നത് ഇങ്ങനെയാണ്. രാജ്യത്തിൻ്റെ അകത്ത് പ്രതിരോധ സംവിധാനം, പ്രത്യേകിച്ച് ഇറാൻ്റെ തലസ്ഥാനമായിരിക്കും തെഹ്റാൻ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഇസ്രായേലിൻ്റെയും അമേരിക്കയുടെയും ആക്രമണം വരിക. അത് കുറേ ഉറപ്പാണ്. കാര്യം എന്ന് പറഞ്ഞാൽ തലസ്ഥാനം കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഏതൊരു രാജ്യം യുദ്ധം ഉണ്ടാകുന്ന സമയത്ത് ആക്രമിക്കുക. അതിൻ്റെ കാര്യം സൈനിക മേധാവികളും സൈനിക കമാൻഡർമാരും ഈ ഭരണകൂടത്തിൽപ്പെട്ടവരും ഈ സുരക്ഷാ സംവിധാനങ്ങളും മാത്രമല്ല അവരുടെ ആയുധങ്ങളും ഇതെല്ലാം ഏറ്റവും കൂടുതൽ ശേഖരിച്ച് വെക്കുന്നതും സൂക്ഷിച്ചു വെക്കുന്നതും തലസ്ഥാന നഗരി കേന്ദ്രീകരിച്ചുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ആക്രമണം വരിക അവിടേക്കാണ് എന്ന കാര്യം സംശയമില്ല. ഇപ്പോൾ ചൈനയെ സംബന്ധിച്ചിടത്തോളം അവർ തീർത്തത് ഇസ്രായേൽ എന്തൊക്കെ ആക്രമണമാണ് നടത്തുക, ഏതൊക്കെ രീതിയിലാണ് പ്രതികരിക്കുക എന്നുള്ളത് ഏറെക്കുറെ ബോധ്യമായിരിക്കുന്നു. അതുകൊണ്ട് എന്ത് ചെയ്തിട്ടുണ്ട്, അവരൊരു മതിൽക്കെട്ട് അവിടെ തീർത്തിരിക്കും. അഥവാ പ്രതിരോധവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൻ്റെ ഉത്തരവാദിത്തം ചൈന ഏറ്റെടുത്ത പോലെ പ്രതിരോധ സംവിധാനങ്ങൾ അവിടെ സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ട് പല മേഖലകളിൽ എന്നുള്ളതാണ്. അഥവാ ഇറാൻ്റെ ഭാഗത്തു നിന്ന് ഒരു ആക്രമണം വരികയാണെങ്കിൽ ഈ പ്രതിരോധ സംവിധാനം അതിനെ തകർക്കുകയും അതിനെ പ്രതിരോധിക്കുകയും ചെയ്യും. ഏറെക്കുറെ അങ്ങനെ തന്നെയാണ് വ്യക്തമാകുന്നത്. അഥവാ 12 ദിവസം നടന്ന യുദ്ധം അതൊരു മാരകമായിരിക്കുന്ന യുദ്ധം തന്നെയാണ്. ഇസ്രായേൽ ഒരു യുദ്ധത്തിൽ പരാജയപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇറാനോട് മാത്രമാണ് എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. 12 ദിന യുദ്ധം 6 ദിന യുദ്ധം നമുക്കറിയാം. അതിൽ ഏകദേശം 6ഓളം രാജ്യങ്ങൾ പങ്കെടുത്ത യുദ്ധത്തിൽ വളരെ ഈസി ആയിട്ട് അവർ ജയിച്ചിട്ടുണ്ട്. അന്നത്തെ മിഡിൽ ഈസ്റ്റ് ഏറ്റവും വലിയ സൈനിക ശക്തിയുള്ള രാജ്യമായിരുന്നു ഈജിപ്ത്. ആ ഈജിപ്തിൻ്റെ നേതൃത്വത്തിലായിരുന്നു ആ യുദ്ധം നടന്നത്. മണിക്കൂറുകൾ കൊണ്ട് വലിയ രീതിയിൽ പ്രഹരമേൽപ്പിക്കാൻ വേണ്ടിയിട്ട് ഇസ്രായേലിന് സാധിച്ചു. അപ്പോൾ അത്രയ്ക്ക് ശക്തിയുള്ള, അത്ര കൂർമ്മശാലികളായിരിക്കുന്ന ഈ അവരുടെ എല്ലാവിധ ആയുധങ്ങളും പ്രയോഗിക്കാൻ വേണ്ടിയിട്ട് ഉത്തരവ് നൽകപ്പെട്ട ഒരു യുദ്ധം കൂടിയായിരുന്നു അത്. അന്ന് ഈജിപ്തിനെ അപേക്ഷിച്ച് നോക്കുന്ന സമയത്ത് അതിൻ്റെ 4-1 ആയുധം പോലും ഇസ്രായേലിന് ഇല്ലാത്തൊരു കാലം അന്ന് അവർക്ക് അതിജീവിക്കാൻ വേണ്ടി സാധിച്ചു. ഒറ്റ കൊടുത്തതാണ് അമേരിക്കയും ഈ ഫ്രാൻസും ഒറ്റ കൊടുത്തു, അല്ലെങ്കിൽ അവരുടെ സൈനികരും കൂടി ചേർന്നാണ് യുദ്ധം ചെയ്തതെന്നൊക്കെ പിന്നീട് പല റിപ്പോർട്ടും പുറത്ത് വന്നിട്ടുണ്ട്. ഏതായിരുന്നു അതിജീവിക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല എന്നുള്ള കാര്യം ഉറപ്പുള്ളത് തന്നെയാണ്. അപ്പോൾ ഇറാൻ്റെ ഈ വെല്ലുവിളിക്ക് മുമ്പിൽ യഥാർത്ഥത്തിൽ മാനസികമായിട്ട് തന്നെ അമേരിക്കയുടെ സൈന്യം പോലും തകർന്നു പോകുന്ന രീതിയാണ്. അപ്പോൾ എന്തൊക്കെ സംവിധാനങ്ങളാണ് ഇറാൻ്റെ കൈവശത്തിലുള്ളത് എന്നുള്ളത് ഇപ്പോഴും കൃത്യമല്ല എന്നുള്ളതാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം. അപ്പോൾ ഇസ്രായേലുമായിട്ടുള്ള ആക്രമണത്തിൽ അവർ അവസാനം ചെയ്തത് മിസൈൽ ആക്രമണമാണ് ഇസ്രായേലിന് നേരെ നടത്തിയത്. ഈ മിസൈൽ ആക്രമണമാണ് അവരുടെ പ്രതിരോധ സംവിധാനങ്ങൾ അപ്പാടെ
തകർന്നു പോയത്. തകർന്നു പോകാനുള്ള കാര്യം അതിൻ്റെ സാങ്കേതിക വിദ്യകൾ ചോർന്നു പോയിട്ടുണ്ട്, അല്ലെങ്കിൽ ചോർത്തിയിട്ട് ഇറാന് കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ എത്രത്തോളം ശക്തിയോടുകൂടി അയൺ ഡോമിനെ തകർക്കാൻ വേണ്ടി സാധിക്കുമെന്ന് മനസ്സിലാക്കിയ ഇറാൻ ഹൈപ്പർസോണിക് മിസൈൽ വെച്ചുകൊണ്ട് അതിനെ തകർത്ത് രാജ്യത്ത് ആക്രമിക്കുകയും ചെയ്തു. അതിന് സമാനമായിരിക്കുന്ന രീതിയാണ് ഇവിടെ ഉണ്ടാവുക. പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് ചൈനക്കാരുണ്ടാവും, പകരം എന്ത് ചെയ്യും? ആക്രമിക്കാൻ വേണ്ടി വീര്യം കൂടിയിരിക്കുന്ന മിസൈൽ ഇറാൻ്റെ കൈവശത്തിലുണ്ട്, അതുകൊണ്ട് ആക്രമിക്കും. അവർ കപ്പലിനെ തന്നെ ലക്ഷ്യം വെച്ചുകൊണ്ട് ആക്രമിക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും കപ്പലിൽ നിന്നൊരു ആക്രമണം നടത്താൻ വേണ്ടി സൈനികർക്ക് സാധിക്കാത്ത സംവിധാനം ഒരുക്കുക എന്ന് പറയുമ്പോൾ ഇറാൻ അപ്പാടെ പരാജയപ്പെട്ടു എന്നുള്ളതാണ്. അറേബ്യൻ മേഖലയിൽ നിന്ന് ആക്രമിക്കാൻ വേണ്ടി നിലവിലെ സാഹചര്യത്തിൽ സാധിക്കുകയില്ല. ജോർദാൻ്റെ മേഖലയിൽ നിന്നാണെങ്കിൽ അത് വലിയ രീതിയിലുള്ള മുന്നറിയിപ്പ് ഇറാൻ നൽകുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ വരുന്ന സമയത്ത് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലേക്ക് അമേരിക്ക എത്തിയിരിക്കുന്നു എന്നാണ് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്.